അംഗൻവാടിയിൽ പസിൽ വർക്കിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പച്ചക്കറികൾ എന്ന തീമിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പസിൽ വർക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പസിൽ വർക്കുകൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഏത് പസിൽ തയ്യാറാക്കുമ്പോഴും അത് വളരെ ആകർഷണീയമായിരിക്കണം. അതോടൊപ്പം തന്നെ അത് വലുതായിരിക്കണം, അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കണം. പിന്നെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചായിരിക്കണം നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ തക്കാളിയുടെ പസിൽ തയ്യാറാക്കാൻ വേണ്ടി ചിത്രം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനാണ് രണ്ടെണ്ണം എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? അപ്പോൾ ഏത് പസിലാണോ നമ്മൾ കൊടുക്കുന്നത് ആ പസിലിൻ്റെ ഒരു മോഡൽ, ഇതുപോലെ ഒരു മോഡൽ വെച്ച് കൊടുത്തിട്ട് വേണം പസിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ. അതല്ലാതെ ഒരു മോഡലില്ലാതെ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ ഫസ്റ്റ് പസിൽ കൊടുക്കരുത്. ഫസ്റ്റ് എന്നല്ല, പിന്നീട് ചെയ്യുമ്പോഴാണ്, എപ്പോൾ ചെയ്യുമ്പോഴും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ തവണ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വർക്ക് കൊടുക്കുമ്പോൾ ഈ മോഡൽ വെച്ചുള്ള പസിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. അതിനുശേഷം പിന്നീട് നമ്മൾ ഈ പസിൽ മാത്രമായിട്ട് ആ സെയിം സാധനം നമുക്ക് പസിൽ മാത്രമായിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പസിലുകളാണ്. പച്ചക്കറിനെ എന്ന തീമിനെ അടിസ്ഥാനമാക്കി വളരെ ഈസി ആയിട്ടുള്ള പസിലുകളാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാം ഇപ്പോൾ തക്കാളി ആയിക്കോട്ടെ, വഴുതനങ്ങ ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ മുൻപത്തെ വീഡിയോ നമുക്ക് സാനിറ്ററിയിൽ വർക്ക് ചെയ്ത സമയത്ത് ചിലർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്യുന്നതിന് മുൻപുള്ളൊരു ഇത് തയ്യാറാക്കുന്ന വീഡിയോയും കൂടി ഇടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറേ ഭയങ്കര ലെങ്തി ആയി പോകുന്നത് കൊണ്ട് ഞാനിപ്പം ഇത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു തക്കാളിയുടെ അല്ലെങ്കിൽ വഴുതനങ്ങയുടെ ചിത്രം എല്ലാവർക്കും വരയ്ക്കാനൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുന്ന ഏതെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും എടുക്കുക, അതിനുശേഷം ഒരു റൗണ്ട് വരയ്ക്കുക. ഇതിപ്പോൾ റൗണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ തക്കാളീൻ്റെ മേൽഭാഗത്ത് നമുക്കിതാ ഈ ഒരു ചെറിയൊരു ഷേപ്പ് ഇതാണ്, ഇത്രയുടെ മാത്രം ഒരു ചെറിയ ഷേപ്പ് കിട്ടിയാൽ മതി. അപ്പോൾ അതെന്താ ഇങ്ങനെ വരച്ചെടുത്ത് ഞാൻ. അതേപോലെ തന്നെ ഈ അടിഭാഗത്തും ചെറിയൊരു ഷേപ്പ് വരും. പക്ഷെ ഇപ്പം അതൊരു തക്കാളിയുടെ ഷേപ്പല്ല, തക്കാളിയുടെ ഈ അടിഭാഗത്തെ കുറച്ചൊന്ന് മെലിഞ്ഞ് വരണം അല്ലേ? ഈ റൗണ്ട് ഷേപ്പിൽ നിന്ന് ഒന്ന് ഇങ്ങനെ മെലിഞ്ഞ് വരണം. എന്താ രണ്ട് ഭാഗത്തിനും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി എന്താ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക, ഈ സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. ഈ ഭാഗം അയച്ചു കളയുക, ഇത്രയേ ഉള്ളൂ. ഈ ഭാഗവും അയച്ചു കളയുക, ഈ ഭാഗവും അയച്ചു കളയുക. സിമ്പിളായിട്ട് ഇപ്പോൾ തക്കാളിയായി. അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. ഇനി അടുത്തത് നമുക്കുള്ളത് വഴുതനങ്ങയാണ് അല്ലേ? വഴുതനങ്ങയും ഇതുപോലെ തന്നെ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ഞാനിതേ റൗണ്ട് തന്നെ കുറച്ചുകൂടെ വലിയ റൗണ്ടാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എടുത്തു. ഇനി വഴുതനങ്ങയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൃത്തത്തിൻ്റെ രണ്ട് മധ്യഭാഗത്ത് ഒരു കുത്തിടുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്താ ഇതേപോലെ തന്നെ തക്കാളിക്ക് വരച്ചതുപോലെ തന്നെ ഇതിന് നമ്മൾ ഞെട്ട് വരച്ചു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ബാക്കി ഈ ഭാഗം അയച്ചു കളയാം. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യുന്നത്. പിന്നെ ക്യാരറ്റും വെണ്ടയ്ക്കൊക്കെ നമുക്ക് വരയ്ക്കാൻ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല, എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് ക്യാരറ്റും വെണ്ടയ്ക്കും. അപ്പോൾ നമ്മളിവിടെ പസിലുകൾ ഇനി എങ്ങനെയാണിത് വെട്ടി തയ്യാറാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ആദ്യം വെണ്ടയ്ക്കയുടെ പസിലെടുത്തു. ഇത് നമുക്കുള്ള മോഡലാണ്. ഞാനൊരു 3 വയസ്സുകാരനായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ വെണ്ടയ്ക്കയുടെ പസിൽ വെട്ടിയെടുക്കാൻ പോകുന്നത്. നോക്കിക്കോളി, നിങ്ങൾ ചിലർക്ക് ഇങ്ങനെ കറക്റ്റ് വെട്ടാൻ ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ചിട്ട് ചെയ്തോളൂ കേട്ടോ.
ഇതൊരു 3 വയസ്സുകാരന് വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ പസിൽ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് റബ്ബർ ബാൻഡ് ചെയ്ത് വെക്കുക. ഇത് ഒരേ ലെവലിൽ കൊടുക്കുന്നത്. ഇത് വെട്ടിയെടുത്തിരിക്കുന്നതെല്ലാം പറയാൻ വിട്ടുപോയി. കാർഡ്ബോർഡിലാണ്. കാർഡ്ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വരുന്ന ബോക്സുകളില്ലേ, ഷോപ്പുകളിൽ ചോദിച്ചാൽ നമുക്കത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ പസിലുകളെല്ലാം വെട്ടിയെടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു നല്ല പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറാണ് ഏറ്റവും നല്ലത് ഇത് സൂക്ഷിക്കാൻ വേണ്ടി. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്നാണ്. എങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ഈ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാടും ഇത് കെട്ടി നമ്മൾ ഭദ്രമായിട്ട് എടുത്തു വെക്കണം. കാരണം വെളിച്ചമൊക്കെ അടിക്കുമ്പോൾ ഇതിനൊക്കെ മങ്ങലുകൾ വരും പുറത്തിട്ടാൽ. അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം ഞാൻ പസിൽ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളത് കറക്റ്റായിട്ട് വെച്ച് പസിൽ മോഡലുമായി പസിലുമായി. ഇനി അടുത്തത് ക്യാരറ്റിൻ്റെ പസിലാണ്. ഞാനിത് വെട്ടുന്നത് ഒരു 4+ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പസിൽ തയ്യാറാക്കുന്നത്. അപ്പം ഇതിൽ ഞാനൊരു ഷേപ്പിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ത്രികോണം പോലെ വെട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ കുട്ടി ഒന്ന് ഇരുന്ന് ചെയ്യേണ്ട വിധത്തിലേക്ക് ഞാൻ ഈ പസിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പസിലിൻ്റെ മോഡലാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ആദ്യം വെച്ച് കൊടുക്കുന്നു. ഇത് കുട്ടികൾക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അടുത്ത പസിലും മോഡലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ്. ഇത് നമ്മുടെ 3+ തന്നെ നമുക്ക് ക്ലാസ്സിലൊക്കെ ചിലപ്പം എന്താ പറയുക വിഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേക ശേഷികളുള്ള നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതായ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഈ ഒരു പസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് വേണം അവർക്ക് ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ കറക്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ക്ലാസ്സിൽ നല്ല വൈജ്ഞാനിക വികാസത്തിലൊക്കെ നല്ല നിലവാരം ഉള്ളതും 5+ ഒക്കെ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ 5+കാർക്ക് നമുക്ക് മസ്റ്റായിട്ട് ഇത് കൊടുക്കാം. അതല്ലാതെ 3+ലാണെങ്കിലും 4+ലാണെങ്കിലും നന്നായി കൈകാര്യം ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കണം. സമയം എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇതിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കുമ്പോൾ തക്കാളിയാണ്. പക്ഷെ ഞാൻ കൊടുക്കുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടാണ്. സെൻറ്ററിലൂടെ ഞാനൊരു വരയിട്ടു. ഇത് ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതിൻ്റെ ഷേപ്പിലും ഭാവത്തിലും ഒക്കെ മാറ്റം വരുത്താം. അതൊക്കെ നിങ്ങളുടെ ഉചിതമായ തീരുമാനമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലും വരച്ചിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് അടുത്ത ഗ്രൂപ്പിലുള്ള, അതായത് 5+ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അംഗൻവാടിയിൽ ബുദ്ധി നിലവാരത്തിൽ നല്ല ഉയർന്ന നിലയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പസിലാണിത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം 3+ ഉണ്ട്, 4+ ഉണ്ട്, 5+ ഉണ്ട്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പസിലുകൾ. അപ്പം നമുക്ക് 4 ഗ്രൂപ്പിലുള്ള പസിലുകളാണ് നമ്മുടെ അംഗൻവാടിയിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് എൻ്റെ അംഗൻവാടിയിൽ ഇല്ലയെന്ന്. പക്ഷേ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. ചില കുട്ടികൾക്ക് ചില വർക്കുകൾ ചെയ്യാൻ
ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒന്നുകൂടി കരുതണം നമുക്ക്. കാരണം അല്ലെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ള കുഞ്ഞിന് ഈ ഒരു ആക്ടിവിറ്റിയോട് താല്പര്യമില്ലാതാവും. അപ്പോൾ ഒരു കുട്ടികൾക്കും ഒരു ആക്ടിവിറ്റിയോടും താല്പര്യക്കുറവുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് കൂടുതൽ ഇഷ്ടം ജനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പസിൽ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.